ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ ഫ്രൈ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഞാൻ 4ആയി കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ തന്നെ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് എടുക്കാം. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുന്ന അരപ്പ് കിട്ടേണ്ടത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവയിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് മീൻ നന്നായി ഇളക്കി കൂട്ടിയെടുക്കാം. നമ്മളിത് മസാല പുരട്ടി അധികം നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒരു സൈഡ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിയെ മറിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാൻ. ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ഒരു 6 അല്ലി ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊഴുവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു.